വെൽക്കം ടു ഡിവൈൻ ഡ്രോപ്സ്. ഇന്ന് നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോകാം. ഐസക് ന്യൂട്ടൻ്റെ വീട്ടിൽ പോകാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ ഒത്തിരി നോക്കി വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഒത്തിരി നാളായിട്ട് പഠിച്ച് നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതുപോലെ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്ന സ്ഥലവും അത് ആപ്പിൾ ട്രീ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കാണാൻ. അപ്പം നമുക്കത് പോയിട്ട് വിസിറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണെന്ന് ഞങ്ങളുടെ കാറിലല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെയൊക്കെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവർ ഞങ്ങളെ വന്ന് പിക്ക് ചെയ്തു. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഏകദേശം 1.5 മണിക്കൂറാണ് ഈ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഗ്രാന്തം എന്ന് പറയുന്ന ഒരു ടൗണിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ പിന്നീട് ഐസക് ന്യൂട്ടൻ്റെ ബർത്ത് വീട്ടിലോട്ടാണ് പോകാനായിട്ട് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴി തന്നെ ഐസക് ന്യൂട്ടൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര്, പ്രോപ്പറായിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ പേര് വൂൾസ്റ്റോപ്പ് മാനർ എന്നാണ്. അപ്പം അതാണ് പ്രോപ്പറായിട്ടുള്ള പ്ലേസ്. അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം ഉപയോഗിച്ച ഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയ ദിവസം നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ സാധാരണയായിട്ട് നമ്മളവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് ആയിട്ടുള്ള എത്രയാണെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. ഐ തിങ്ക് ഫോർ അഡൽട്ട് മേ ബി 14 pound ഓർ സംതിങ് വി നീഡ് ടു പേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കാർ പാർക്ക് ചെയ്ത് അതിനകത്തേക്ക് കയറി. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് പോലെയുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഇൻസൈഡിലേക്ക് പോകാം. അപ്പോൾ ആ പോകുന്ന ഫസ്റ്റ് എൻട്രൻസ് ആണിത്. അവിടെ ഇതുപോലെ കുറേ ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് വാങ്ങിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അത് അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ പൈസ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കും ചിലവിനൊക്കെ ആയിട്ട് എടുക്കുന്നു. അപ്പം നമ്മളിനിയും ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്ന പ്ലേസിലേക്കാണ്, വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാ എക്സ്പെരിമെൻറ്റുകളും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഡെമോ എല്ലാം അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. ആക്ച്വലി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഞാൻ 9th 10th +1 +2 പഠിച്ചിരുന്ന ഫിസിക്സിലെ കുറേ കാര്യങ്ങൾ ഇവിടെ എനിക്ക് ചെയ്ത് നോക്കാൻ പറ്റി. ഐ തിങ്ക് 9th ക്ലാസ്സിലാണോ 8th ക്ലാസ്സിലാണോ നടത്തില്ല, പ്രിസത്തിനെ പറ്റിയൊക്കെയുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പം അതൊക്കെ ഇപ്പം ഞാനത് വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അന്നും എനിക്കത് ഭയങ്കര പാടും പ്രയാസവും എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാനും അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച ഒരാളുടെ വീട്ടിൽ വന്നിട്ട് നമുക്കവിടെ നിൽക്കാനും ഒക്കെ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇത് കണ്ടോ, ഈ മിഷൻ ആരോ ഡൊണേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മൾ വിത്ത് ഐസിൽ നമ്മൾ ഡയറക്റ്റ് കാണുമ്പം നമുക്ക് ഈ ആപ്പിൾ നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൈ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കൈയുടെ മുകളിൽ അത് വന്നിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ആരോ ഡൊണേറ്റ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന ധാരാളം എക്സ്പെരിമെൻറ്റ് നമുക്കവിടെ ചെയ്ത് നോക്കാൻ പറ്റും. അതിനകത്ത് ഒന്നാണ് പ്രിസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, പ്രകാശരശ്മികൾ കടന്നു പോകുന്നത്. അതുപോലെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി. പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ ഐസക് ന്യൂട്ടൻ്റെ തിയറി ആയിട്ടും എക്സ്പ്ലനേഷനും ഒക്കെ പരീക്ഷകൾക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഭയങ്കരമായിട്ട് ഇപ്പോഴും നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ കാലത്തിൻ്റെ വളർച്ചകളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റുകളാണ് ഇതൊക്കെ എന്നുള്ളതാണ്. അപ്പം ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമില്ല
ഇംഗ്ലണ്ടിൽ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് കാണാൻ പറ്റും എന്നുള്ളതൊന്നും മീൻസ് ഞാനങ്ങനെ ഒന്നും കരുതിയിട്ടുള്ള ഒരിതാണ്. ഇതൊക്കെ ഒരു ബ്ലെസ്സിങ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആ പ്രസവത്തിൻ്റെ ഇത് നമ്മൾ പ്രകാശരശ്മികൾ കടന്നു പോകുമ്പം അത് സൈഡിലോട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ആ പ്രിസം ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ളത്. നമുക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഓഫ് കളേഴ്സ് അത് ആദ്യമേ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരു കളറിൽ നിന്നും എത്ര കളറ് വേർതിരിച്ച് വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. അപ്പം നമുക്കിതെല്ലാം കുട്ടികൾക്കാണെങ്കിൽ, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അതവർക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂട്ടും. അപ്പം ഇതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലാബ് പോലെ ഒരിതുണ്ട് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനുള്ളൊരു ലാബ് പോലെ ഇവിടെ ഉണ്ട്. ഞാൻ അവിടെ കയറിയില്ല, പക്ഷേ കുറേ കുഞ്ഞുങ്ങളൊക്കെ അവിടെ വന്നിരുന്ന് അത് ചെയ്ത് നോക്കുകയും പഠിക്കുകയും അവർക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുന്ന ഗൈഡിനെയൊക്കെ കണ്ടിരുന്നു. അപ്പം നമ്മൾ ആ ഓരോ റൂമിൽ ചെല്ലുമ്പോഴും ആ ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഓരോ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഇതിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ബട്ടൺ അതല്ല. അപ്പം നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കാം അവിടെ നിന്ന്. ഞാൻ മാക്സിമം എല്ലാ എക്സ്പെരിമെൻറ്റും ചെയ്ത് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീഡിയോയിൽ എങ്ങനെ അത് എടുക്കാൻ പറ്റും, അത് ഫുള്ളായിട്ട് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റ് എങ്ങനെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ അതൊന്ന് കണ്ടാൽ അവർക്കൊക്കെ മനസ്സിലാവണം. കാരണം അവരൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ആണെങ്കിലും അവർക്കത് മനസ്സിലാവണം ഇത് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം മാക്സിമം ഞാനെല്ലാം ഫോക്കസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് വരുന്നത് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാലോ കളേഴ്സ് ഇൻ സോപ്പ് ഫിലിംസ്. നമ്മളിങ്ങനെ കുമളകൾ ഉണ്ടാക്കിയിട്ട് കളറ് വരുന്ന അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം അത് ഞാനിവിടെ ചെയ്ത് നോക്കുകയാണ്. ആദ്യമേ ആ റിബൺ നമുക്കിങ്ങനെ ലൂസാക്കാൻ പറ്റും. അപ്പം താഴെ പോയിട്ട് സോപ്പ് സൊല്യൂഷനിൽ മുങ്ങിയിട്ട് അത് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ഒരു പാടയും കൂടെ കെട്ടിയാണ് മണ്ടയ്ക്കോട്ട് വരുന്നത്. അപ്പം അതിനകത്ത് ഈ വീഡിയോയിൽ ചെറുതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പം നമുക്ക് ആ കളേഴ്സ് കാണാൻ പറ്റും. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതെന്നുള്ളത്. പിന്നെ ഇതറിയായിരിക്കുമല്ലോ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക്. അപ്പം അത് അവിടെ ഒരു പീസ് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലനേഷൻ അതിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറിനെ പറ്റിയിട്ടുള്ള എല്ലാം, ഏതൊക്കെ കളറാണ് ഡീപ്പസ്റ്റ് ആയിട്ട്. ഇനി അതിലും വലിയൊരു ബ്ലാക്ക് കളർ ഇല്ലെന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ സൺഡേ ആണ് പോയത്. എങ്കിലും അന്നാണെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മലയാളികളെ തന്നെയാണെങ്കിലും 2-3 ഫാമിലീസിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം അല്ലാതെ ഇംഗ്ലീഷ് ഒത്തിരി ഫാമിലീസ് വരുന്നുണ്ട്. അപ്പം സൺഡേ ആണെങ്കിലും അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇനിയും അടുത്ത ഓരോ എക്സ്പെരിമെൻറ്റും ഞാൻ എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്ത് നോക്കുന്നുണ്ട്.
ഇത് അദ്ദേഹത്തിൻ്റെ ലാബാണ്. ലാബ് ഒരു പ്രത്യേകം ഒരു വീട് പോലെ ക്രമീകരിച്ച് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അതിന് ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്താണ് ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിരുന്നു എങ്കിൽ ഞാൻ കുറേ കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ ഞാൻ സ്നേഹിച്ചിരുന്നേനെ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു ഈ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ ക്രാഡിൽ ഇതും ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ സംഭവം. അതുപോലെ തന്നെ ഇനി എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ഇനി വരുമ്പോൾ കാണിച്ചു തരാം. അതായത് പെൻഡുലം. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ +2 നമുക്ക് ലാബിൽ ചെയ്ത് നോക്കാനുള്ളൊരു എക്സ്പെരിമെൻറ്റ് അതിലുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 or 3 പ്രാവശ്യം അങ്ങാണ്ട് ചെയ്ത് നോക്കിയിട്ടാണ് എന്നെ ഒരു അച്ഛനാണ് പഠിപ്പിച്ചത് ഫിസിക്സ്. അപ്പോൾ ആ സാർ അതിലെനിക്ക് സൈൻ ഇട്ട് തന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും ചെയ്ത് നോക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എൻ്റെ പഴയ കാലങ്ങളൊക്കെ ഞാൻ വീണ്ടും ഓർത്ത് വരുന്നത്. അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് +2 എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഫ്രീക്വൻസി, വേവ് ലെന്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഗ്രാവിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നി ഇവിടെ വന്ന് ഇത് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ നമുക്ക് ലീവൊക്കെ കിട്ടുമല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ, ന്യൂട്ടൻ്റെ ബർത്ത് പ്ലേസിൽ വന്ന് വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ വന്നത് ജസ്റ്റ് ഒന്ന് കാണുന്നത് നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഒരു ഊർജ്ജവും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അത് പ്രപഞ്ചത്തിൽ തന്നെ കാണുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്ഥലം ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം, അദ്ദേഹം ജീവിച്ചിരുന്ന ചുറ്റുപാട്, അപ്പം നമ്മൾ ആപ്പിൾ ട്രീയിലൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പരിസരത്തൂടെ നടന്നിരുന്നു, ഇരുന്നിരുന്നു, ജീവിച്ചിരുന്നു. അപ്പം അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റി. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആപ്പിൾ ട്രീ അത് നമുക്ക് പോയിട്ട് കാണാം. അത് അവരെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അനേകം വർഷങ്ങളായിട്ട്. അപ്പം അത് അവരെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കുറേ ശിഖരങ്ങളൊക്കെ പോയി വെട്ടി നിർത്തി വീണ്ടും വളർന്ന് എന്തായാലും അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചുറ്റുപാട് തന്നെ അനേകം ആപ്പിൾ ട്രീ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ നമുക്കൊന്നും പറിക്കാനൊന്നും പറ്റത്തില്ല, വേറെ കുറേ ട്രീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇനി ആപ്പിൾ ട്രീയുടെ അടുക്കിലേക്ക് പോവാം. ഇത് ഞാൻ ലൈവായിട്ട് പിയേഴ്സ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു പിയേഴ്സ്. ഇത് എന്താണെന്നറിയാവോ? അപ്പം ഇത് ഒരു ആപ്പിൾ ട്രീ ഇവിടെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു ആപ്പിൾ ട്രീ കൊണ്ടുപോയി സ്പേസിൽ വെച്ച് വളർത്തി അതിന് എന്തോ ഒരു കിളിർപ്പൊക്കെ ആയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് നട്ടു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിന് ശേഷം പിന്നീട് ഗവൺമെൻറ് അത് കൊണ്ടുവന്ന് അതിൻ്റെ വളർച്ചയ്ക്ക് എന്തോ ഒരു ഇത് വന്നപ്പം കൊണ്ടുവന്ന് ലാബിൽ വെച്ച് ഇപ്പോൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് അത് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ തിരിച്ചു കൊണ്ട് വെക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത്. ഇനി ന്യൂട്ടനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനം കൊടുത്ത ആപ്പിൾ ട്രീ, ഇനി ആ ട്രീ ആണിത്.
ഇതവർ ചുറ്റുവേലിയൊക്കെ വെച്ച് സംരക്ഷിക്കുന്നു. നമുക്കതിനകത്ത് കയറാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആപ്പിൾ മുഴുവനും അന്ന് ഒരുപാട് ആപ്പിൾ ഉണ്ട്, അതിൽ പഴുത്ത് കിടപ്പുണ്ട്. അപ്പം എല്ലാവരും ഇതിൻ്റെ ചുറ്റിൽ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തൊട്ട് അവർ അത്ര നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്കും വന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പം ഞാൻ അതിലൊരു കുറച്ച് ക്യൂരിയസ് ആണ്. അപ്പം ഈ വീടിൻ്റെ എൻട്രൻസ് ആണിത്. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണെന്ന് ഓർക്കണം. അപ്പം നമ്മൾ ഇച്ചിരി കുനിഞ്ഞ് കയറി പോകണം. അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡൈനിങ് ടേബിൾ. ഇവിടെ ഇരുന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത് ഓരോ കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നത്, അതുപോലെ ചൂട് ഹോട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം യൂസ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി, പേരൻസ് ഇതൊക്കെ അവരുടെ എല്ലാം ഓർമ്മയ്ക്കായിട്ട് ഇവിടെ നിലനിർത്തുന്നു. ഇത് ഡൈനിങ് ടേബിൾ. ഇനി അകത്തോട്ട് പോകുമ്പം നമുക്ക് കിച്ചൺ കാണാം. അദ്ദേഹം ഇരുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇത് വാഷിംഗ് ഏരിയ ആണ്. പണ്ട് അദ്ദേഹത്തിൻ്റെ മദർ തുണികളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന, അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലീച്ച് ചെയ്യുന്നത് എങ്ങനെ വാഷ് ചെയ്യുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കിച്ചൺ. അപ്പം ഇവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഡെഫിനറ്റ്ലി അന്നുണ്ടായിരുന്നത്. നമുക്കും ഇവിടെ വന്ന് ആ പ്രസൻസിലൊക്കെ നിൽക്കാൻ കഴിയുന്നത് ഒരു വലിയൊരു ലക്കായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്, യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബെഡ്റൂം, അവിടെയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉള്ളിൽ തോന്നുന്നത്. ഇനിയും ഇത് ഒരു ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണെന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. അത്രയും കാലത്തിന് മുമ്പ് തന്നെ ഇവർ എത്രത്തോളം അഡ്വാൻസ് ആയിട്ട് ആയിരുന്നു എന്നുള്ളതാണ് ഡ്രസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇത് ഏതോ ഒരു ഇപ്പോൾ കാർപ്പറ്റ് ഉപയോഗിക്കുന്നതിന് പകരം മെടഞ്ഞെടുത്തിട്ടുള്ള എന്തോ ഒരു സാധനം കൊണ്ടാണ് ആ റൂമിൽ മൊത്തം കാർപ്പറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു റൂമുണ്ട്. നമുക്ക് അവിടെ കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇരുന്നിട്ട് ഒരു ടി വിയിൽ നമുക്ക് കുറേ വിഷ്വൽസും ഒക്കെ കാണിച്ചു തരും. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. ഫോട്ടോ എടുക്കാൻ അലൗഡായിരുന്നു. ഇതാണ് ഐസക് ന്യൂട്ടൻ്റെ യഥാർത്ഥ പിക്ചർ. നമ്മൾ സാങ്കല്പികമായിട്ട് കാണുന്ന പിക്ചറല്ല, ഇത് യഥാർത്ഥ പിക്ചറാണ്. പിന്നീട് നമുക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് ഇതുണ്ട്. മറ്റേ പ്രത്യേകിച്ച് വീഡിയോ പ്രദർശിപ്പിക്കുന്ന റൂമിൽ അതൊരു സീക്രട്ടായിട്ട് അവർ വെച്ചേക്കുന്നതാണ്. നമുക്കവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അമ്മ, അപ്പൻ, അങ്ങനെയൊക്കെ ഒരു ഡോക്യുമെൻ്ററി പോലെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതിലിങ്ങനെ കാണിക്കുന്നുണ്ട് അമ്മ ഈ ജനലിൽ നിന്ന് മോനെ നോക്കുന്നത്, മോൻ ആപ്പിൾ ട്രീയുടെ താഴെ ഇരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ഒരു ഡോക്യുമെൻ്ററി പോലെ അത് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട് എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ റൂം, സ്റ്റഡി റൂം, അദ്ദേഹം താമസിച്ചിരുന്ന റൂം, അതുപോലെ തന്നെ പിന്നെ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായ ഒരു റൂം. അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ള റൂമുണ്ട്. ഇത് നമ്മളിപ്പോൾ താഴത്തെ നിലയിലായിരുന്നു, ഇനി മുകളിലെ നിലയിലേക്ക് നമുക്കിനി പോവാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി റൂം. ഇവിടെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബുക്സ്, അതിനകത്ത് അദ്ദേഹം എഴുതിയിരുന്ന എഴുതാൻ ഉപയോഗിച്ചിരുന്ന തൂവൽ കൊണ്ടുള്ള പെന്ന്, ബെഡ്റൂം, ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ചെയർ, ബെഡ്, അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അത് വളരെ ഇതായിട്ട് തന്നെ അവിടെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് റൂമിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ എക്സ്പെരിമെൻറ്റുകളും ഒരു വലിയ ബോർഡിംഗ് ആയിട്ട്
അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ കാര്യങ്ങളും ഈവൻ ഗാലക്സിയെ പറ്റിയാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു റൂമാണ്. ഇത് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായ റൂമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓൺ ഫാമിലി താമസിച്ചിരുന്ന അദ്ദേഹം ഭാര്യയൊക്കെ ആയിട്ട് താമസിച്ചിരുന്ന റൂം. അപ്പം ഇതെല്ലാം അവർ പ്രത്യേകമായിട്ട് വെച്ച് വളരെ നന്നായിട്ട്, അവിടെ ഒരു ഹാറ്റ് ഇരിപ്പുണ്ട്, ഒരു തൊപ്പിയുണ്ട് അവിടെ. അവർ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട്, അവസരങ്ങൾ കിട്ടുന്നു, നമ്മളിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഈ ലാസ്റ്റിൽ നമുക്കവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. നമുക്കവിടെ എഴുതാം നമ്മുടെ സ്ഥലം, പ്ലേസ്, നമുക്കതുകൊണ്ട് എന്ത് കിട്ടി, ആ ഒരു നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്സാണ്. അപ്പം ഞങ്ങളും ഞങ്ങളുടെ പേരും നമ്മുടെ നാടിൻ്റെ പേര്, കേരള, നമ്മുടെ പ്ലേസ്, ഇതൊക്കെ എഴുതി സൈൻ ചെയ്ത് നമുക്ക് ഇതിൽ നിന്നും വളരെ ഇൻസ്പയർ ആണെന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് എഴുതി നമ്മളും അവിടെ വെച്ചിട്ടുണ്ട്. അത് റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ. ഇതിനപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ആപ്പിൾ ട്രീസൊക്കെ. ഇതാണ് ആ ഭവനം, അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അവരിത്ര നന്നായിട്ടത് സൂക്ഷിക്കുന്നു ഇപ്പോഴും. വ്യൂസൊക്കെ ഭയങ്കര രസമാണ്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴേ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും എല്ലാ വ്യൂസും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സ്പേസിൽ കൊണ്ടുവച്ചു കിളിർപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ആപ്പിൾ ട്രീയുടെ. ഇതിവിടെ നട്ടിരുന്നു, പിന്നീട് ഇതിൻ്റെ വളർച്ചയ്ക്ക് എന്തോ ഒരു പ്രയാസം വന്നപ്പം ആപ്പിൾ ട്രീ അവരവിടുന്ന് കൊണ്ടുപോയി ഏതൊരു മ്യൂസിയത്തിൽ കൊണ്ടുവച്ച്, ലാബിൽ കൊണ്ടുവച്ച് അത് വളർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു അവസരത്തിൽ അവരത് തിരിച്ചുകൊണ്ട് ഇവിടെ നട്ടുവെക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഔട്ട്സൈഡായിട്ടുള്ള കാഴ്ചകൾ. ആക്ച്വലി ഇറ്റ്സ് അമേസിങ് ആയിട്ടുള്ള ഒരു വ്യൂസാണ്. നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ തീർച്ചയായിട്ടും ചെയ്യേണ്ട സ്ഥലമാണ്. അത് നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരത്ര നന്നായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വന്ന് നോക്കാം. എല്ലാം ചിട്ടയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. വീടിൻ്റെ ബാക്ക് സൈഡാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്ന ഒരു ലാബ് പോലെയും അവരത് വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ 2 സ്ഥലത്തും നമുക്ക് കയറി പോവാം. പിന്നെ ബാത്റൂം സൗകര്യങ്ങൾ എല്ലാം തന്നെ അവിടെയുണ്ട്. പിന്നീട് ലാസ്റ്റിൽ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തപ്പെടും. അവിടെ നമ്മൾ പുറത്തിറങ്ങാം. അവിടെ നമുക്ക് വേണ്ട നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു. തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി. അങ്ങനെ നിങ്ങളെയും ഈ ഒരു ഒരു ചരിത്ര നിമിഷം കാണിക്കാൻ എനിക്ക് പറ്റിയതിൽ ഞാനും സന്തോഷിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു. ഇനി നല്ല ഒരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. താങ്ക് യു. ബൈ.